ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പിലാക്കി കിട്ടുക എന്നതിനപ്പുറം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മറ്റ് ആവശ്യങ്ങളില്ല എന്ന് മലങ്കര സഭ വൈദിക ട്രസ്റ്റി റവറൻഡ് ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ, സഭാ അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം എന്നിവർ അറിയിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് 2017 ജൂലൈ 3 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ അന്തിമ വിധിക്ക് മുകളിൽ ഏത് ബില്ല് എന്ന ഭീഷണിക്കും മലങ്കര സഭ വഴങ്ങുകയില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നിയമപരമായി നിലനിൽക്കുമ്പോൾ അതിൽ വെള്ളം ചേർക്കാൻ മലങ്കര സഭ തയ്യാറല്ല. ബഹുമാനപ്പെട്ട സർക്കാർ ഏത് ബില്ല് കൊണ്ടുവന്നാലും നിയമപരമായി നേരിടുക എന്നതാണ് മലങ്കര സഭയുടെ തീരുമാനം. തെറ്റായ വാർത്തകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയില്ല. മലങ്കര സഭയുടെ ഒരു സമിതികളും ഇത്തരം തീരുമാനം എടുത്തിട്ടില്ല എന്നും സഭാസ്ഥാനികൾ വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരെ നിയമനിർമ്മാണം നടപ്പാക്കണമെന്ന് യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് ഓർത്തഡോക്സ് സഭാ വക്താവ് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് റീഷ് കോറെപ്പിസ്കോപ്പ സഭാതർക്കത്തിന്റെ വിവിധ വശങ്ങൾ സമഗ്രമായി പഠിച്ച് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പുറപ്പെടുവിച്ച അന്തിമ തീർപ്പ് നടപ്പാക്കാതിരിക്കുവാൻ സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയും വിധികൾ നടപ്പിലാക്കുവാൻ എത്തുന്ന ഉദ്യോഗസ്ഥരെ തടയുകയും അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പാത്രിയാർക്കീസ് വിഭാഗത്തിന്റെ ശൈലി തികച്ചും അപലപനീയമാണ്. കോടതി വിധി നടപ്പിലാക്കുവാൻ ശ്രമിച്ചാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടാകുമെന്നുള്ള ഭീഷണി ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല. നിയമവ്യവസ്ഥയെ മാനിക്കേണ്ടുന്നതിന് പകരം ആൾബലമുണ്ടെന്ന വ്യാജേനയും രാഷ്ട്രീയ സ്വാധീനത്തിലൂടെയും അതിനെ അടിച്ചമർത്താനാണ് യാക്കോബായ വിഭാഗം ശ്രമിക്കുന്നത്. ചർച്ചകളെ എന്നും സ്വാഗതം ചെയ്തിട്ടുള്ള ഓർത്തഡോക്സ് സഭ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിലും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. 1934 ഭരണഘടന അനുസരിച്ചും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി അനുസരിച്ചും ഒരു സഭയേ ഉള്ളൂ എന്ന നിലപാടിനോട് യാക്കോബായ വിഭാഗം യോജിക്കുന്നുവെങ്കിൽ തുടർ ചർച്ചകൾക്കും സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെടാൻ ഇടയാകാത്ത തരത്തിൽ സമ്മർദ്ദതന്ത്രങ്ങളിൽ നിന്നും പ്രതിഷേധ മാർഗങ്ങളിൽ നിന്നും യാക്കോബായ വിഭാഗം പിന്മാറുമെന്നാണ് ഉത്തമ വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾ കോർപ്പറേറ്റ് മാനേജ്മെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന കൊല്ലം MGD ഹൈസ്കൂൾ ഫോർ ഗേൾസ് കുണ്ട്ര സ്കൂളിനായി വാങ്ങിയ പുതിയ സ്കൂൾ ബസിന്റെ കൂദാശാകർമ്മം കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ അഭിവന്ദ്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമേനി നിർവഹിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സഹോദരൻ പദ്ധതിയിലൂടെ ചോർന്നൊലിച്ച വീട്ടിൽ ആരും ആശ്രയമില്ലാതെ കഴിഞ്ഞിരുന്ന തട്ടയിൽ ഭഗവതിക്കും പടിഞ്ഞാറ് ആര്യാട്ടേത്ത് വീട്ടിൽ സരസമ്മയ്ക്ക് ഭവനമൊരുക്കുന്നു. കളക്ടർ S. പ്രേംകൃഷ്ണൻ പരുമല സെമിനാരിയിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയെ കണ്ട് വീട് നിർമ്മാണം സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ വീട് പണിക്കുള്ള മുഴുവൻ തുകയും സഭയുടെ സഹോദരൻ പദ്ധതിയിലൂടെ നൽകാമെന്ന് ഉറപ്പു നൽകുകയും സമ്മതപത്രം കൈമാറുകയും ചെയ്തു. സഹോദരിയുടെ മരണശേഷം സരസമ്മ വർഷങ്ങളായി തനിച്ചു കഴിയുകയായിരുന്നു. അടച്ചുറപ്പില്ലാത്ത വീടിന്റെ മേൽക്കൂര തകർന്ന നിലയിലായിരുന്നു. പൊതുപ്രവർത്തകൻ മുണ്ടുവേലിൽ MS അജിത് പകർത്തിയ വീഡിയോ പ്രചരിച്ചതോടെയാണ് വിവരം പുറത്തറിയുന്നത്. പന്തളം ജനമൈത്രി പോലീസും പത്തനംതിട്ട സാമൂഹിക നീതി വകുപ്പ് ഉദ്യോഗസ്ഥരും സരസമ്മയുടെ വീട്ടിലെത്തിയിരുന്നു. തുടർന്ന് കളക്ടർ S. പ്രേംകൃഷ്ണൻ സരസമ്മയുടെ വീട്ടിലെത്തി എത്രയും വേഗം വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തി. കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്പണി ആരംഭിച്ചു. മലങ്കര അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം മത്തായി T. വർഗീസ്, ഫാദർ ഷിബു ടോം വർഗീസ്, ബ്ലസൻ കുര്യൻ തോമസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പരിശുദ്ധ കാതോലിക്ക ബാവ നേതൃത്വം നൽകുന്ന സഹോദരൻ പദ്ധതിയിലൂടെ വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, വിവാഹം, വൈദ്യസഹായം തുടങ്ങിയവയ്ക്കായി 15 കോടിയോളം രൂപ ഇതിനകം ചെലവഴിച്ചിട്ടുണ്ട്. പരുമല സെന്റ് ഗ്രിഗോറിയോസ് നഴ്സിംഗ് കോളേജിന്റെ 17ാമത് ബാച്ചിന്റെ ഗ്രാജുവേഷൻ നടത്തപ്പെട്ടു. ജൂലൈ 4 പരുമല നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നിരണം ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ തിരുമേനി ഉദ്ഘാടനം നിർവഹിച്ചു. പരുമല സെമിനാരി മാനേജർ ഫാദർ KV പോൾ റംബാൻ, ആശുപത്രി CEO ഫാദർ MC പൗലോസ്, ഫിനാൻസ് കോർഡിനേറ്റർ ഫാദർ തോമസ് ജോൺസൺ കോറെപ്പിസ്കോപ്പ, ചാപ്ലെയിൻ ഫാദർ ജിജു വർഗീസ്, കവിയൂർ TMM നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബ്ലസി പീറ്റർ, പരുമല നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ KA ടെസി,
വൈസ് പ്രിൻസിപ്പൽ ജാസ്മിൻ ജോസഫ്, അസിസ്റ്റന്റ് പ്രൊഫസർ റിനി രാജു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പരുമല ആശുപത്രി ക്ലിനിക്കൽ റേഡിയോളജി വിഭാഗത്തിൽ പുതിയ ഡെക്സാ സ്കാൻ മെഷീന്റെ പ്രവർത്തനോദ്ഘാടനം ആശുപത്രി ചാപ്ലിൻ ഫാദർ ജിജു വർഗീസിന്റെ സാന്നിധ്യത്തിൽ പരുമല ക്ലിനിക്കൽ റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ അനിരുദ്ധ് വി നായർ നിർവഹിച്ചു. അസ്ഥികളുടെ സാന്ദ്രതയും പേശികളുടെ ഘടനയും പരിശോധിച്ച് അസ്ഥി സംബന്ധമായ വിവിധ രോഗങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തി ചികിത്സിക്കാൻ ഡെക്സാ സ്കാൻ സഹായിക്കുന്നു. ബയോമെഡിക്കൽ വിഭാഗം മേധാവി ശ്രീ ജോർജ് ബെനഡിക്ട്, എക്സ്റേ ആൻഡ് ഡെക്സാ സൂപ്പർവൈസർ ശ്രീ ലൈജു വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനം ടെക്നിക്കൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 5 വെള്ളിയാഴ്ച പത്തനംതിട്ട കാതോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ടെക് വോൾട്ട് സൈബർ സെക്യൂരിറ്റി സെമിനാർ നടത്തപ്പെട്ടു. ജനറൽ സെക്രട്ടറി വിവേക് വർഗീസ് അച്ഛന്റെ അധ്യക്ഷതയിൽ അഭിവന്യ പ്രസിഡന്റ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എ നസീം, മറൈൻ എൻഫോഴ്സ്മെന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ്, സൈബർ സെക്യൂരിറ്റി സെമിനാർ നയിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ മദ്രാസ് ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപോലിത്തയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ സഖറിയ മാർ ദിവനാസ്യോസ് തിരുമേനിയുടെ ഓർമ്മ ജൂലൈ 7 പത്തനാപുരം മൗണ്ട് താബോർ ദയറായിൽ ആചരിച്ചു. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തി നിർഭരമായ റാസയും ശ്ലൈഹിക വാഴ്വും, കബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കൊല്ലം ഭദ്രാസനാധിപൻ അഭിവന്യ ജോസഫ് മാർ ദിവനാസ്യോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോട്ടയം പഴയ സെമിനാരിയിൽ കബറടങ്ങിയിരിക്കുന്ന സഭാ തേജസ് ഭാഗ്യസ്മരണാർഹനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസ്യോസ് അഞ്ചാമൻ മലങ്കര മെത്രാപ്പോലിത്തയുടെ 115-ാം ഓർമ്മ പെരുന്നാൾ ജൂലൈ 10, 11 തീയതികളിൽ പരിശുദ്ധ സഭ ഭക്തിപുരസ്സരം കൊണ്ടാടി. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തി നിർഭരമായ റാസയും ശ്ലൈഹിക വാഴ്വും, കബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപ്പോലിത്തയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. മലങ്കര സഭ മലങ്കര നസ്രാനികളുടേതാണ്. അത് ഒരു വിദേശ ആധിപത്യത്തിനും കൈയടക്കുവാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. സൂര്യൻ അസ്തമിക്കും, പക്ഷേ അത് ഇല്ലാതാവില്ല. അത് പകർന്ന ഊർജവും പ്രഭയും ആ വലിയ പ്രഭാതത്തിൻ്റെ മടങ്ങിവരവോളം നിലനിൽക്കും. എത്ര കഠിനമായ യാത്രയിലും വഴിയിലും ഹൃദയവും നിലപാടുമുള്ള ഒരുവൻ നയിക്കാൻ മുൻപിലുണ്ട് എന്നതാണ് പുറകിൽ നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഉൾക്കരുത്ത്. ആ വിശ്വാസവും കരുത്തും ആവോളം പകർന്നു നൽകി സ്നേഹം കൊണ്ട് ഞങ്ങളെ എല്ലാം നിറച്ച മലങ്കരയുടെ വലിയ ഇടയൻ യാത്ര പറഞ്ഞിട്ട് 3 വർഷങ്ങൾ. കാലങ്ങളെ അതിജീവിക്കുന്ന നേർശബ്ദത്തിൻ്റെ പേരാണ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ. നഷ്ടം എന്ന് എഴുതി തീർക്കാനോ പറഞ്ഞു തീർക്കാനോ ഇപ്പോഴും സഭാമക്കൾക്കാകാത്ത മലങ്കരയുടെ മഹിതാചാര്യൻ, ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ 3-ാം ശ്രാദ്ധ പെരുന്നാൾ ജൂലൈ 7 മുതൽ 12 വരെ കോട്ടയം ദേവലോകം കാതോലിക്കേറ്റ് അരമനയിലും പരിശുദ്ധ സഭ ആഗമനവും ഭക്തിപുരസ്സരം കൊണ്ടാടി. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് അനുസ്മരണ സമ്മേളനങ്ങൾ, തീർത്ഥാടന സംഗമങ്ങൾ, ധ്യാനയോഗങ്ങൾ, ഭക്തി നിർഭരമായ റാസയും ശ്ലൈഹിക വാഴ്വും, കബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. ദിവസവും പള്ളികളുടെ ഗേറ്റിൽ പോയി മടങ്ങുന്ന പതിവ് പറ്റില്ല. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സർക്കാരിന് കർമ്മ പദ്ധതി വേണമെന്ന് ഹൈക്കോടതി. എല്ലാ ദിവസവും പള്ളികളുടെ ഗേറ്റിൽ പോയി മടങ്ങി വരാനാകില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. തർക്കമുള്ള പള്ളികളിൽ കോടതി വിധി നടപ്പാക്കാൻ സ്വീകരിച്ച ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. കൃത്യമായ കർമ്മപദ്ധതി തയ്യാറാക്കി വരികയാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ആർജവം സർക്കാരിന് ഇല്ലേ എന്ന് ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് ചോദിച്ചു. കോടതി വിധി നടപ്പാക്കാൻ പോലീസിന് കഴിവില്ലേ?
എല്ലാ ദിവസവും പള്ളിയുടെ ഗേറ്റിൽ പോയി വെറുതെ മടങ്ങി വരുന്ന പതിവ് ഇനി അനുവദിക്കാൻ കഴിയില്ല. കോടതി വിധി നടപ്പാക്കാൻ പോലീസിന് താൽപര്യക്കുറവുണ്ടോ എന്നും കോടതി ചോദിച്ചു. റൂൾ ഓഫ് ലോ ഉള്ള നാടാണിത്. ഇവിടെ കൃത്യമായ നിയമപരിപാലനം നടന്നിരിക്കണം. സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് ആവശ്യമായ കർമ്മ പദ്ധതി വേണമെന്നും കോടതി വ്യക്തമാക്കി. സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിനുള്ള കർമ്മ പദ്ധതിക്കായി ശ്രമം നടത്തിക്കൊണ്ടുവരികയാണ് എന്ന് സർക്കാർ അറിയിച്ചു. കുട്ടികളെയും കൊണ്ട് പള്ളിക്കകത്ത് പ്രതിഷേധമുണ്ടായി ബലം പ്രയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ ഇനിയും കാത്തിരിക്കാനാകില്ലെന്ന് ഓർത്തഡോക്സ് സഭ കോടതിയെ അറിയിച്ചു. അപ്പോൾ സർക്കാരിന് ഒരു അവസരം കൂടി നൽകാൻ കോടതി നിർദ്ദേശിച്ചു. ഇനിയും കൃത്യമായ കർമ്മ പദ്ധതി തയ്യാറാക്കി സുപ്രീം കോടതി വിധി നടപ്പാക്കിയില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടിയുമായി മുന്നോട്ടു പോകാനാവും എന്ന് കോടതി നിരീക്ഷിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ പത്മശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ ജന്മദിനത്തിൽ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത സന്ദർശിച്ച് ആശംസകൾ നേർന്നു. പോർച്ചുഗലിൽ ഓർത്തഡോക്സ് ഇടവകയ്ക്ക് പ്രാരംഭം കുറിച്ച് ലിസ്ബൺ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിന് കീഴിൽ പോർച്ചുഗലിൽ ദേവാലയം തുടങ്ങുന്നതിന് ആരംഭം കുറിച്ചു. കഴിഞ്ഞ ജൂലൈ 7 ലിസ്ബണിൽ ഭദ്രാസനാധിപൻ അഭിവന്യ ഏബ്രഹാം മാർ സ്തേഫാനോസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ പോർച്ചുഗലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിശ്വാസി സമൂഹത്തെ സാക്ഷി നിർത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചു. പുണ്യവാനായ കാട്ടുമങ്ങാട്ട് വലിയ ബാവായുടെ 222ാമത് ശ്രാദ്ധ പെരുന്നാളിന്റെ 1ാം ദിനമായ ഇന്ന് തേവനാൽ താഴ്വരയിൽ മാർ ബെഹനാൻ ദയറ ചാപ്പലിൽ സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് വെട്ടിക്കൽ സെന്റ് തോമസ് ദയറ മാനേജർ അഡ്വക്കേറ്റ് ഫാദർ കുര്യാക്കോസ് ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. തേവനാൽ പള്ളിയിലേക്ക് നടത്തപ്പെട്ട പ്രദക്ഷിണം പരിശുദ്ധ പിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന നീരുറവ ചുറ്റി ചാപ്പലിൽ സമാപിച്ചു. തുടർന്ന് ആശീർവാദം, നേർച്ച, സദ്യ എന്നിവ നടത്തപ്പെട്ടു. ഇടവക വികാരി ഫാദർ TP കുര്യൻ തളിയച്ചിറ, ഫാദർ KT ഏലിയാസ്, ഫാദർ ഡോക്ടർ TP ഏലിയാസ്, ഇടവകാംഗവും പൗരസ്ത്യ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കേന്ദ്ര സെക്രട്ടറിയുമായ ഫാദർ വിജു ഏലിയാസ്, മുടന്തുരുത്തി മാർത്തോമൻ പള്ളി സഹവികാരി ഫാദർ തോമസ് K ഏലിയാസ് എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ അസിസ്റ്റന്റ് മെത്രാപ്പോലിത്തയായി അഭിവന്യ സക്രിയ മാർ സേവറിയസ് മെത്രാപ്പോലിത്തായെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കൽപ്പനയിലൂടെ നിയമിച്ചു. ജൂലൈ 15 മുതൽ കൽപ്പന നിലവിൽ വരും. മലയാളിയുടെ പേരിൽ അബുദാബിയിൽ ഒരു റോഡ്. മെഡിക്കൽ രംഗത്തെ സ്തുത്യർഹമായ സേവനങ്ങൾക്ക് അംഗീകാരമായി അബുദാബി ഗവൺമെന്റ് അബുദാബി ഷെയ്ഖ് ഷക്ബൂത്ത് മെഡിക്കൽ സിറ്റിയോട് ചേർന്നുള്ള റോഡിന് ഡോക്ടർ ജോർജ് മാത്യുവിന്റെ പേര് നൽകി ആദരിച്ചു. ഡോക്ടർ ജോർജ് മാത്യു മലങ്കര സഭയുടെ അലൈൻ സെന്റ് ഡൈനേഷ്യസ് ഓർത്തഡോക്സ് ഇടവകാംഗമാണ്. തുമ്പമൺ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ആണ് മാതൃ ഇടവക. ഡോക്ടർ ജോർജ് മാത്യു എന്ന സ്വദേശികളുടെ ഇടയിലെ പ്രിയങ്കരനായ ഡോക്ടർ മാത്യൂസ് അബുദാബിയുടെയും അലൈന്റെയും ആധുനികതയിലേക്കുള്ള വളർച്ച നേരിൽ കണ്ട വ്യക്തിത്വമാണ്. UAEയുടെ രാഷ്ട്രപിതാവ് ക്രാന്തദർശിയായ ഷെയ്ഖ് സായിദ് അൽ നഹ്യാന്റെ സ്വപ്നങ്ങൾ നേരിലറിഞ്ഞ് അത് യാഥാർത്ഥ്യമാക്കുവാൻ പ്രവർത്തിക്കുകയായിരുന്നു. 1967 UAEയിൽ എത്തിയ ഡോക്ടർ ജോർജ് മാത്യു അദ്ദേഹത്തിന്റെ സ്ഥിരോത്സാഹവും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സങ്കേതങ്ങൾ പ്രദേശത്ത് കൂടുതൽ വ്യാപിപ്പിക്കുവാൻ കൈക്കൊണ്ട നടപടികളും ഭരണകർത്താക്കളുടെ പ്രശംസയ്ക്ക് പാത്രമാവുകയും ചെയ്തു. അബുദാബിയുടെയും അലൈന്റെയും മെഡിക്കൽ രംഗത്തെ വളർച്ചയോടൊപ്പം മലയാളിയായ ഡോക്ടർ ജോർജ് മാത്യുവും സ്വദേശി സമൂഹത്തിന്റെ മനസ്സുകളിലും ചേക്കേറി. 2018 UAE ഗവൺമെന്റ് അദ്ദേഹത്തിന് അബുദാബി അവാർഡ് എന്ന രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, UAE ഒരിക്കലും പണത്തിനു മുകളിൽ പണികഴിക്കപ്പെട്ട രാജ്യമല്ല, പിന്നെയോ ഒരു മഹാനായ വ്യക്തിത്വത്തിന്റെ ഷെയ്ഖ് സായിദിന്റെ ദർശനങ്ങളുടെയും മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ മഹത്തായ രാജ്യമാണ് എന്നാണ്. UAEയുടെ ചരിത്രത്തിൽ ഒരു ഭാരതീയന്റെ പേരിൽ ഒരു മലയാളിയുടേതായ ഒരു സ്ട്രീറ്റ് നാമകരണം ചെയ്യപ്പെടുന്നത് ആദ്യമാണ്. അലൈൻ ഓർത്തഡോക്സ് ഇടവക സഭയുടെ പരിശുദ്ധനും ഇടവക കാവൽ പിതാവുമായ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ നാമത്തിലുള്ള ഓർഡർ ഓഫ് സെന്റ് ഡൈനേഷ്യസ് ബഹുമതി നൽകി ഡോക്ടറിനെ ആദരിച്ചിരുന്നു. ഡോക്ടർ ജോർജ് മാത്യുവിന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിന്റെ സ്നേഹാദരവുകൾ നേരുന്നു. ബൈബിളിൽ ഏറ്റവും കൂടുതൽ അധ്യായങ്ങൾ സുറിയാനി ഭാഷയിലേക്ക് പകർത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അർഹനായ ശ്രീ അനീഷ് P. കുഞ്ഞുമോന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.